അപ്പോൾ കണ്ടില്ല ഗൈസ് രണ്ട് സൈഡും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇതിന് ട്രൈ ചെയ്ത്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടത് ബസുമതി റൈസാണ്. അപ്പം ഇത് രാത്രി തലേന്നെ കുതിർത്തി വെക്കുക. അങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സി ജാറിൽ വെച്ച് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ഇത് ഫ്രിഡ്ജിൽ ഒരു 10-15 മിനിറ്റ് വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ജസ്റ്റ് തണുപ്പിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് കൂളായി വന്നതിന് ശേഷമാണ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെ ഫേസ് പാക്ക് നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു വെള്ളമില്ലേ, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ആ വെള്ളം മാത്രമേ മാറ്റണ്ടൂ. അത് മാറ്റിയതിന് ശേഷം നമുക്കൊരു കോട്ടൺ ക്ലോത്തിനെ കൊണ്ട് അതും നമുക്ക് ഫേസിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഈ വാട്ടറാണ് നമ്മളെ ഫേസ് പാക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ടോണർ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എവിടെയൊക്കെയാണോ ഫേഷ്യലിടുന്നത് അവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കോട്ടൺ ക്ലോത്തിനെ കൊണ്ടാണ് ഇത് സ്ക്രബ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. നല്ല പോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ഇതെന്താ പറയുക, ഇപ്പം ഈ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ടാനൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഇത് ടാനൊക്കെ മാറ്റാനുള്ളൊരു സൊല്യൂഷനും കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഹമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും വളരെ നല്ല റിസൾട്ടാണ് ഇതുവരെയായിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈയും കൂടി ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീട്ടിലെ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ കുട്ടികൾ മീൻസ് എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം. അങ്ങനെ ഇത് നമ്മളൊരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോൾഡ് വാട്ടർ കൊണ്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ ക്ലോത്തിൻ്റെ കൊണ്ട് തന്നെ ഫേസ് നമുക്ക് നന്നായിട്ട് തോർത്താം. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 ആണ് ഗായ്സ് വേണ്ടത്. അതിന് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ 2 കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് രണ്ടും ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും 2 സ്പൂണാണ് വേണ്ടത്. നമ്മളിവിടെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എനിക്ക് കേക്കും കൂടി അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫേസിൽ മാത്രമാണെങ്കിൽ വളരെ കുറച്ച് മതി. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ 1 വീക്ക് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മളെ സ്റ്റെപ്പ് 2 നമ്മളെ മെയിനായിട്ടുള്ള ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും വളരെ നല്ല സ്മൂത്തിൽ തന്നെ എല്ലായിടത്തും തേച്ച് കൊടുക്കുക. ബട്ട് എല്ലായിടത്തും നമുക്ക് വരണം ഈ ഫേസ് പാക്ക് കട്ടി കൂടി നമ്മൾ എന്താക്കണം, ലൈറ്റായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നെക്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം നിങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇതെല്ലായിടത്തും നല്ല ലൈറ്റ് പോലെ പിന്നെ ഞാൻ കേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ടൈം ഗ്യാപ്പിൽ ഉമ്മാൻ്റെ കേക്കൊക്കെ തേച്ചിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിത് എല്ലായിടത്തും നമ്മളെ ഹാൻഡ്സിലും അതുപോലെ തന്നെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഒരു 10 മിനിറ്റ്സ് ആണ് നമ്മളിത് വെയിറ്റ് ചെയ്യേണ്ടത്. ഇത് ഉണങ്ങി വരും ആ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ. അപ്പം തന്നെ നമ്മൾ നല്ല കോൾഡ് വാട്ടറിൽ ഫേസ് നന്നായി വാഷ് ചെയ്ത് കൊടുക്കാം. കൃത്യം 10 മിനിറ്റ് എന്നല്ല, നമ്മളെ ഈ ഒരു ഫേസ് പാക്ക് എപ്പോഴാണോ ഒന്ന് ഡ്രൈ ആയി വരുന്നത് അതുവരെ നമ്മൾ ഫേസിൽ ആയാലും ഹാൻഡ്സിലായാലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് തന്നെ വെക്കണം. ഇത് കളയാൻ പാടില്ല. അപ്പം ഇത് നമ്മൾ എല്ലായിടത്തും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒന്ന് കൈനെ കൊണ്ട് സ്ക്രബ് ചെയ്തിട്ടാണ് ഒന്ന് കളയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വന്നാൽ ഇങ്ങനെ ഇളകി വരും അത്. പിന്നെ നമ്മൾ നല്ല കോൾഡ് വാട്ടറിൽ നന്നായിട്ടത് വാഷ് ചെയ്തെടുക്കുക. ഈ ടൈം കൊണ്ട് തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നല്ല കോൾഡ് വാട്ടറിൽ എൻ്റെ ഫേസും അതുപോലെ തന്നെ വാഷ് ചെയ്ത് വെക്കാം.
ഫസ്റ്റ് ഇതിൽ തന്നെ കുറച്ച് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീക്ക് 2 പ്രാവശ്യം ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കോട്ടൺ ക്ലോത്തിനെ കൊണ്ട് തന്നെ നന്നായിട്ട് തോർത്തുന്നുണ്ട്. പിന്നെ ഇതൊരു ടോണറാണ്. നമ്മളിത് ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സ്പോർട്സിനൊക്കെ പോയാൽ ഫേസ് നന്നായിട്ട് ടാൻ അടിച്ചാൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക്. ഗൈസ്, ഇതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണ്. എൻ്റെ ഫേസ് നിങ്ങൾ കാണണം ഗൈസ്, മിന്നി തിളങ്ങുന്നു ഗൈസ്. ഇതെല്ലാവർക്കും നല്ലൊരു ഫേസ് പാക്കാണ് എന്ന് എനിക്ക് പറയണം. ഞാൻ ചെയ്തതിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ തന്നെ റിസൾട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഫേസ് പാക്കാണ്. ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഗ്ലോയിങ് കൂടി സൈഡും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു ഫേസ് പാക്കായിട്ട് നമ്മൾ വരുന്നതാണ്. ബൈ.